ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ 2024 വന്നു. BPSൻ്റെ ആയാലും BP.EDൻ്റെ ആയാലും MP.EDൻ്റെ ആയാലും ഒക്കെ ലിസ്റ്റ് വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ്, അതായത് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ, അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഡേറ്റ് എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് BPSൻ്റെ ആണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഞാൻ ചുവടെ ലിങ്കിലും കൊടുക്കുന്നുണ്ട്. 1-2 പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ലിസ്റ്റ് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ PDF റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ റാങ്ക് കിട്ടിയിരിക്കുന്നത് മേഘജ് മണ്ണിൽ തൊടി ഐശ്വര്യ എന്ന് പറഞ്ഞൊരു കുട്ടിക്കാണ്. അതുപോലെ തന്നെ അരുൺദേവ് S എന്നുള്ളതാണ് സെക്കൻഡ് റാങ്ക് വന്നിരിക്കുന്നത്. OPHലാണ് വന്നിരിക്കുന്നത്. ഇതിൽ 100 സ്കോറിൽ ഔട്ട് ഓഫ് 100ലാണ് വരുന്നതെന്ന് അറിയാലോ സ്കോർ വരുന്നത്. അപ്പോൾ 56.5 56.5 ആണ് ആ കുട്ടിക്ക് ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അരുൺദേവ് എസിന് കിട്ടിയിരിക്കുന്നത് 56.25 ആണ്. അപ്പോൾ ചെറിയ മാറ്റമേ ഉള്ളൂ സെക്കൻഡ് റാങ്കിന്. അതുപോലെ തന്നെ തേർഡ് റാങ്ക് വന്നിരിക്കുന്നത് അർജുൻ R, ഇബിനു ആരിഫ് ഫോർത്ത് റാങ്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബിസ്മി BS ആണ് ഫിഫ്ത്ത് റാങ്ക് വന്നിരിക്കുന്നത്. ബ്ലസൺ രാജു തോമസ് എന്നുള്ളതാണ് സിക്സ്ത് റാങ്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെവൻത്ത് റാങ്ക് വന്നിരിക്കുന്നത് അർജുൻ AS ആണ്. അർജുനെ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടുന്നവരായിരിക്കും ഈ പറയുന്ന ആളുകളൊക്കെ, കാരണം ഫസ്റ്റുള്ള ഒരു പൊസിഷനിൽ വന്നിരിക്കുന്നതല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 50 പേരെ ആയിരിക്കും ആദ്യം മോർണിംഗിൽ ഇൻ്റർവ്യൂവിന് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്നത്. ശേഷമായിരിക്കും 50-ന് ശേഷമുള്ള ആളുകളെ വിളിക്കുന്നത് ആവശ്യമെങ്കിൽ. ഇപ്പോൾ BPSൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ചെയ്ത് പറയാനുണ്ട്. എന്നാണ് ഈ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ എന്നാണ് എന്നുള്ളത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ലിസ്റ്റിലുള്ള കുറച്ച് പേരൊക്കെ. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഓഗസ്റ്റിലെ സെക്കൻഡ് വീക്കിന് മുമ്പായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ സെക്കൻഡ് വീക്കിന് മുമ്പായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇൻ്റർവ്യൂവും വെരിഫിക്കേഷനും ഉണ്ടാവും. അപ്പോൾ ഓഗസ്റ്റ് ആദ്യം അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിന് മുമ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് വീക്കിന് മുമ്പായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ആലോചിക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇൻ്റർവ്യൂവും വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എല്ലാവരും റെഡിയാക്കി വെക്കുക. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഈ റാങ്ക് ലിസ്റ്റ് ആരെങ്കിലും കാണാത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അടിയിലുള്ള ലിങ്കിൽ കയറിയിട്ട് അത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എത്ര പേരുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് വേറെ കാര്യങ്ങൾ പറയാനുള്ളത്, കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കമൻറ്റ്സ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കമൻറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കോഴ്സ് വളരെ സിമ്പിളാണോ എന്നുള്ളതാണ് ഒരാൾ ചോദിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതത്ര സിമ്പിളായിട്ടുള്ളൊരു കോഴ്സല്ല. കുറച്ചെന്ന് പറയാൻ പറ്റില്ല, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയതിന് ശേഷം വരുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഇത് എടുത്ത ആളുകളോടോ അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടൊക്കെ ഉണ്ടാവുമല്ലോ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വരുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് സ്കൂളുകളിൽ ഈ കോഴ്സ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് സ്കൂളുകളിൽ ഇപ്പോൾ BPS പ്ലസ് കേട്ടറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ BP.ED പ്ലസ് കേട്ടറ്റ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കമൻറ്റ് വന്നിരിക്കുന്നത്, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് ഈ കോഴ്സ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. BP.EDൻ്റെ കേസാണ്, +2 കഴിഞ്ഞിട്ടല്ല, +2 കഴിഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, അതായത് BPSന് കൊമേഴ്സ് ഫീൽഡ്, ഹ്യൂമാനിറ്റീസ് ഫീൽഡ് പോലുള്ള അത്തരത്തിലുള്ള ഫീൽഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഈ കോഴ്സ് എടുക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതെടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കൊമേഴ്സ് ഫീൽഡ് ആയാലും ഇനി +2 ഏത് സ്ട്രീം ആയാലും നമുക്ക്
BPS ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഏത് സ്ട്രീമിൽ നിന്ന് വന്നാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഓവർകം ചെയ്തു വരാൻ പറ്റും പല സബ്ജക്റ്റുകളിലൊക്കെ കേട്ടോ. അതുപോലെ തന്നെ കരിയർ സ്കോപ്പിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. കരിയർ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ 100% ജോബ് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 100% ജോബ് കിട്ടുമായിരിക്കും, പിന്നെ കിട്ടും എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ CBSE സ്കൂളുകളിലൊക്കെ പോലുള്ള സ്കൂളുകളിലൊക്കെ നമുക്ക് ജോലി കിട്ടും. പിന്നെ ഗവൺമെൻറ് സ്ട്രീമിൻ്റെ കേസ് PSC ആയാലും കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റേഷ്യോ ഒക്കെ പറയുന്നുണ്ട്, ഇത്ര കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ കുറച്ച് ഗവൺമെൻറ് സെക്ടറിലേക്ക് വരുമ്പോൾ കുറച്ച് ടാസ്ക് ആണ് എന്നുള്ളതാണ് പറയുന്നത്. മറ്റ് CBSE പോലുള്ള സ്കൂളുകളിലൊക്കെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BPS ഓർ BPEd പ്ലസ് കാറ്ററ്റ് ആണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി, ഈ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി, അതുപോലെ തന്നെ പിന്നെ കാറ്ററ്റും ആണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് യോഗ അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രെയിനർ ഒക്കെ ആവുന്നതിന് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗം ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് പറയാനുള്ളത്, ഈ കോഴ്സിൽ അത്തരത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ബേസിക് ഫോമിലാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്, യോഗ ആയാലും ഫിറ്റ്നസിൻ്റെ കേസായാലും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു ഡിപ്ലോമയോടെ ചെയ്ത് ഒന്നുകൂടെ അതിനെക്കുറിച്ച് അറിവ് സമ്പാദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ട്രെയിനറായിട്ടൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു ഡിപ്ലോമ കൂടെ ചെയ്താലേ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത്. കാരണം ഇത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. സോ ഇനി നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് സ്ട്രീമുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓരോ സ്ട്രീമുകൾ വരുമ്പോൾ അതിലൊന്നുകൂടെ നോളജ് കിട്ടുന്ന രീതിയിൽ പെർഫോം ചെയ്യുക, എന്നിട്ട് അത് കൂടുതലായിട്ട് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ലേൺ ചെയ്യാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ യോഗയാണ് നമുക്ക് കൂടുതലായിട്ട് താല്പര്യമെങ്കിൽ അത് കൂടുതലായിട്ട് അക്വയർ ചെയ്യാൻ നോക്കുക നോളജ്. എങ്കിൽ മാത്രമേ നമുക്ക് അതിലൊരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അതിനൂടെ അഡീഷണൽ ഡിപ്ലോമ കൂടെ ഒക്കെ വേണ്ടി വരും. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് കിട്ടുന്നത് ഒരു പ്രൊഫഷണൽ രീതിയിലാക്കി നമുക്ക് കൊണ്ടുവരാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. എങ്കിലും നമുക്ക് ഒരു നല്ലൊരു ഓപ്പണിങ് കിട്ടുന്നുണ്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ എന്നുള്ള. യോഗേൻ്റെ കേസായാലും ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ കേസിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ആക്ടിവിറ്റി സമയത്തെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. മോർണിംഗ് 6:30-ക്കാണ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. 6:30-ക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 8:30 വരെയാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത്. ശേഷം തിയറി പീരീഡാണ്. അത് 10 മണി തൊട്ട് 1 മണി വരെയാണ് ഇതിൻ്റെ തിയറി സെക്ഷൻ വരുന്നത്. ക്ലാസ് റൂമിൽ തിയറി സെക്ഷൻ വരുന്നത്. അതിൽ പല രീതിയിലുള്ള സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. തിയറിയായി ഏതൊക്കെ പേപ്പേഴ്സാണ് വരുന്നത് എന്നുള്ളത്, ഇത് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പറയാനുണ്ട്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും, തിയറി പേപ്പേഴ്സ്. അതുപോലെ തന്നെ 4:30 തൊട്ട് വീണ്ടും ഒരു 6:30 വരെ, 4:30 to 6:30 വരെ ഈവനിങ് ആയിട്ട് ആക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ആക്ടിവിറ്റി ടൈം എന്ന് പറയുന്നത് ഈ കോഴ്സിൻ്റെ. അപ്പോൾ BPSൻ്റെ ഇത്തവണത്തെ 2024 റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് 156 പേരാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രമാണ് BPSനെ ഇത്തവണ വിളിക്കുന്നതെന്നാണ് അറിഞ്ഞത്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഓഗസ്റ്റ് മാസം 2nd വീക്കിന് മുമ്പായിട്ട് നടക്കും എന്നാണ് ഓഫീസിൽ നിന്ന് അറിയാൻ സാധിച്ചത്, ഒഫീഷ്യലായിട്ട് അറിയാൻ സാധിച്ചത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ, കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നീണ്ടു പോകാനുള്ള ചാൻസും കൂടുതലാണ്. എങ്കിലും കൂടെ 2nd വീക്കിന് മുമ്പായിട്ട് അഡ്മിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഈ BPS അല്ലെങ്കിൽ BPEd റാങ്ക് ലിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അഡ്മിഷന് വരുമ്പോൾ കൊണ്ടുവരേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ 2 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവരാൻ മറക്കാതിരിക്കുക. അതും പിന്നെ നിങ്ങളെ ഇവിടെ കൊടുത്തിരിക്കുന്ന അച്ചീവ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, ബേസിക് ക്വാളിഫിക്കേഷൻ്റെ പേപ്പേഴ്സ്, ഇവിടെ അന്ന് ഫിസിക്കൽ ടെസ്റ്റ് വന്ന സമയത്ത് നിങ്ങൾ ഹാജരാക്കിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനൽ കോപ്പി ഇവിടുത്തെ റാങ്ക് വെരിഫിക്കേഷൻ സമയത്ത്, റാങ്ക് ലിസ്റ്റും മുൻനിർത്തിയായിരിക്കും ഇവിടുത്തെ വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ
നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഹാജരാക്കണമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിനുള്ളൊരു മറുപടി എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. 156 പേരാണ് 2024 BPSൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ വരും. റാങ്ക് ലിസ്റ്റ് വരുന്ന ഇതൊരു വലിയ കാര്യമായിട്ട് കണക്കാക്കണ്ട. അത് റാങ്ക് കിട്ടുന്നത് ഏറ്റവും മുകളിൽ വരുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇന്നേ ദിവസം രാവിലെ ഒരു ന്യൂസ് കാണുന്നുണ്ടായി പത്രത്തിൽ. ഞാൻ ആ ന്യൂസ് ഇവിടെ കൊടുക്കാം, പേപ്പർ കട്ടിങ്സ്. അതിൽ പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ BPS MPS പോലുള്ള കോഴ്സുകളൊക്കെ നിർത്തലാക്കി എന്നുള്ളതാണ്. എത്ര പേരാ ന്യൂസ് കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല, എങ്കിൽ കൂടെ അപ്പോൾ അത് എന്തിനു കാരണമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഈ കോഴ്സ് ഒന്നുകൂടെ കോമ്പറ്റീറ്റീവ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് 2024 എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ കാണുന്ന പേപ്പർ കട്ടിങ്സ് രാവിലത്തെ ന്യൂസിൽ വന്നതാണ്. ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അത് നിർത്തലാക്കി എന്ന് ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി എന്തെങ്കിലും തരത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് MPEd അതുപോലെ തന്നെ BPEd BPSൻ്റെ ഒക്കെ ഞാൻ താഴെ ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ, അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, മിക്കവാറും എല്ലാവരും തന്നെ ചെക്ക് ചെയ്ത് കാണും. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടെ ഉപയോഗത്തിൽ വരും. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പേര് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്. താങ്ക് യു.